കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് നമ്മുടെ ഒരു ഫൈബ്രോമാൽജിയ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ചെറിയ മെഡിസിൻ പ്രിഗബാലിനോ ഡിലോക്സിന് ചെറിയ മെഡിസിനൊക്കെ കഴിച്ച് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു 3 മാസമായുള്ളൂ. അസുഖം ഭയങ്കര വേദന കൂടുതലായിരുന്നു. നമുക്കറിയാം ഫൈബ്രോമാൽജിയ പേശിവാദമാണ്. ഇവിടെ ഭയങ്കര വേദനയായിരുന്നു, ഉറക്കമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ പറഞ്ഞു ദേഹത്തെല്ലാം വേദന, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. മരുന്ന് കഴിച്ചപ്പോൾ 95% 98% കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പേഷ്യൻ്റ് 2-3 മാസം വന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ആദ്യത്തെക്കാളും വഷളായിട്ട് വളരെ സിവിയർ പെയിനായിട്ട് വന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ആ പേഷ്യൻ്റ് ഡോക്ടർ മരുന്ന് കഴിച്ചില്ല. ഞാൻ ചോദിച്ചു എന്താ ശരിക്കും മരുന്ന് കഴിക്കാത്തത്? പലർക്കും പല റീസൺ ഉണ്ടാകും. ആദ്യം നമുക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. സങ്കടം വരും, പ്രധാനമന്ത്രി സങ്കടമാണ്. കാരണം ഈ മരുന്ന് ഇത്ര നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് ഫൈബ്രോമാൽജിയ അറിയാമല്ലോ, എളുപ്പമുള്ള അസുഖമല്ല. അതായത് നമുക്ക് ഇവർ ഭാഗ്യം കൊണ്ട് വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവർക്ക് വന്നിരുന്നു. പക്ഷേ എന്നിട്ട് ഇവർ മരുന്ന് മുടക്കി. നമുക്കറിയാം ഏതിപ്പം റുമറ്റോളജിക്കൽ ഡിസീസ് ആണെങ്കിലും ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ദിവസം ബി പിയുടെ മരുന്ന് കഴിച്ചില്ല. അപ്പോൾ ബി പി ഒരു ദിവസം 150, 100 ഒരു ദിവസം ബി പിയുടെ മരുന്ന് കഴിച്ചിട്ട് അത് കൂടി അടുത്ത ദിവസം കഴിക്കുമ്പോൾ കുറയും. അപ്പോൾ അത് പേടിക്കണ്ട. പക്ഷേ ആർത്രൈറ്റിസ് അങ്ങനെയല്ല. വേദന തിരിച്ച് വന്നു കഴിഞ്ഞാൽ സെയിം ഡോസ് തുടങ്ങിയാൽ പലപ്പോഴും കുറയില്ല. പിന്നെ നമ്മളത് വീണ്ടും ഒന്നോന്ന് പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ നമുക്കൊരു സങ്കടം വരും, അയ്യോ ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. അപ്പോൾ അതാണ് പലപ്പോഴും ചിലപ്പോൾ ദേഷ്യമൊക്കെ ആയിട്ട് പുറത്ത് വരും. അത് ശരിക്കും ദേഷ്യമല്ല കേട്ടോ, ശരിക്കും നമുക്ക് സങ്കടമാണ്. ആ പേഷ്യൻ്റ് വീണ്ടും സഫർ ചെയ്യേണ്ടി വരുന്നല്ലോ എന്നുള്ള സങ്കടമാണ്. അപ്പോൾ ഈ പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ ചെയ്തേ, പ്രശ്നമായില്ലെന്ന് ചോദിച്ചു. അപ്പം പേഷ്യൻ്റ് പിന്നെ കുറച്ച് സംസാരിക്കുമ്പോൾ പേഷ്യൻ്റ് ഡോക്ടറെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഉള്ള കാര്യം പറയും. ഇത് പലപ്പോഴും പേഷ്യൻസ് പറയുന്നൊരു കാര്യമാണ്, കോമൺ ഉള്ളൊരു കാര്യമാണ്. എനിക്കൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ പോകണമായിരുന്നു. അമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഉറക്കം കിട്ടിയില്ല. പ്രിഗബാലിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ്. അപ്പോൾ പ്രിഗബാലിൻ കഴിക്കുമ്പോൾ നല്ല ഉറക്കം കാണും. അപ്പം ആ ദിവസം ഉറക്കം കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു പേടി വന്നു, ഞാൻ ഇതിന് അഡിക്റ്റായി പോകുമോ ഡോക്ടറെ, ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലേ എന്നൊരു പേടി എനിക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മെഡിസിനൊക്കെ ഒന്ന് നിർത്തി നോക്കാം, വേദന എന്തായാലും കുറഞ്ഞല്ലോ. അങ്ങനെയാണ് 2 മാസം ഞാൻ മെഡിസിൻ നിർത്തി. എനിക്ക് ഭയങ്കര വേദനയാണ് ഡോക്ടറെ. അപ്പം എല്ലാവരുടെയും സംശയമാണ് ഇങ്ങനെ എസ്പെഷ്യലി ഫൈബ്രോമാൽജിയയുടെ സംശയമാണ്, ഞാൻ ഡ്രഗിന് അഡിക്റ്റായി പോകുമോ, ഈ ഡ്രഗില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓട്ടോഇമ്യൂൺ ഡിസീസിനാണെങ്കിൽ നമുക്കറിയാം മരുന്ന് ആദ്യം കൂടുതലായിരിക്കും. റുമറ്റോയിഡിനോ SLEക്കൊക്കെയാണ് മരുന്ന് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞ് വരും. പക്ഷേ ചെറുതായിട്ട് മെഡിസിൻ കണ്ടിന്യൂ വരും. ഫൈബ്രോമാൽജിക്ക് അങ്ങനെയല്ല. ഫൈബ്രോമാൽജിയ ഒക്കെ ഫോർ എക്സാമ്പിൾ നല്ല അസുഖമുള്ളവർക്ക് ആദ്യം മെഡിസിൻ കൊടുത്ത് കൺട്രോൾ ചെയ്ത് പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഒരു നല്ല ശതമാനം ആളുകൾക്ക്, ഒരു 90% ആളുകൾക്ക് അതിന് മുകളിലോ മരുന്ന് നമുക്ക് നിർത്താൻ സാധിക്കും. പക്ഷേ ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്സ്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് മെഡിസിൻ മുടക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നെർവ്സിൽ ആക്ട് ചെയ്യുന്ന മെഡിസിൻ ആയതുകൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് മെഡിസിൻ മുടക്കി കഴിഞ്ഞാൽ അസുഖം പെട്ടെന്ന് നമുക്ക് ഉറക്കക്കുറവ് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ പതുക്കെ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച്, അവരുടെ വേദന അനുസരിച്ച്, അവരുടെ ഒരു ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് പതുക്കെ നമുക്ക് നിർത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോഴാണ് ഇവരുടെ നമുക്കറിയാം ഫൈബ്രോമാൽജിയയുള്ള കുറേ ആളുകൾക്ക് സ്ട്രെസ് ഫാക്ടേഴ്സ് കാണും, ആങ്സൈറ്റി കാണും, അതോടൊപ്പം തന്നെ അവർക്ക് പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണും, അതോടൊപ്പം തന്നെ മസിലിന് ബലക്കുറവ് കാണും. അപ്പോൾ എക്സസൈസും ചെയ്ത് കുറച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അവരുടെ മൂഡുമൊക്കെ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ മരുന്നുകൾ പതുക്കെ കുറച്ച് ഒരു 1 to 1.5, 2 years കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നിർത്തുന്ന രീതിയിലാകുന്നതാണ് കണ്ടുവരുന്നത്. പക്ഷേ അതെങ്ങനെയുള്ളവർക്കാണ്? പതുക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക്. പക്ഷേ പെട്ടെന്ന് ദിവസം മരുന്ന് നിർത്തിയാൽ എന്ത് പറ്റും? അസുഖം വീണ്ടും തിരിച്ചു വരും. പിന്നെ പഴയതിനേക്കാളും കൂടുതൽ ഡോസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവരോട് പറയാനുള്ളത്, മരുന്നിന് അഡിക്റ്റ് ആകുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും മരുന്ന് നിർത്തരുത്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ മരുന്ന് കഴിക്കേണ്ടി വരും. അതിനേക്കാളും ഡോക്ടറെ ഡിസ്കസ് ചെയ്ത് പതുക്കെ നമുക്ക് മരുന്ന് കുറയ്ക്കുകയും പതുക്കെ കുറച്ചുകൊണ്ട് നിർത്തുകയും ചെയ്യാം. അബ്രപ്റ്റായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് വേദന 1-2 ദിവസം ഉണ്ടാകുന്നില്ല. പക്ഷേ വേദന വരുമ്പോൾ അതിനേക്കാളും മോശമായിട്ടുള്ള വേദനയായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഓൾവേസ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഡോക്ടറെ ഡിസ്കസ് ചെയ്യാതെ ഫൈബ്രോമാൽജിയുടെ മരുന്ന് നിർത്തുകയും ചെയ്യരുത്.